So guys, welcome back to the channel NEET Physics. ഞാൻ ഗോപു ചന്ദ്രൻ. നമ്മളിപ്പോൾ ഇന്ന് ഓസിലേഷൻസിലേക്ക് കടന്നിരിക്കുകയാണ്. കൈനറ്റിക് തിയറി ഇതിനു മുൻപ് നമ്മൾ കഴിഞ്ഞു. അതിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇത് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓസിലേഷന്റെ തിയറി പഠിച്ച ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓസിലേഷന്റെ ഒന്നാമത് ചോദ്യം നോക്കുക. The displacement തന്നിട്ടുണ്ടല്ലേ, ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ തന്നിട്ട് ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദ്യം. എന്താ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ? a0 പ്ലസ് a sin ഒമേഗ ടി പ്ലസ് b cos ഒമേഗ ടി ആണ് തന്നിരിക്കുന്നത്. ഓർ y മൈനസ് a0 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a sin ഒമേഗ ടി പ്ലസ് b cos ഒമേഗ ടി. y മൈനസ് a0 ആണെങ്കിൽ നമുക്ക് y ഡാഷ് എന്ന് കൊടുക്കാം അല്ലെ. y മൈനസ് a0 നമുക്ക് y ഡാഷ് എന്ന് കൊടുക്കാം. ഈക്വൽ ടു a sin ഒമേഗ ടി പ്ലസ് b cos ഒമേഗ ടി എന്ന് കിട്ടും. ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ ആണ്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇങ്ങനെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ തിയറി പഠിച്ചവർക്ക് അറിയാൻ പറ്റും. റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്ന് കിട്ടും. അടുത്ത ചോദ്യം. The distance covered by the particle undergoing SHM in one time period. ഒരു ടൈം പീരീഡ് ഇപ്പൊ നോക്കിയപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതാണ് നമ്മുടെ മെയിൻ പൊസിഷൻ എന്ന് വിചാരിക്കുക അല്ലെ. ഇത് നമ്മുടെ ഒരു ആംപ്ലിറ്റ്യൂഡ് ആണ്. ഈ ഡിസ്റ്റൻസ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഈ ഡിസ്റ്റൻസ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഒരു ബോഡി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ഈ ബോഡി ആദ്യം ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഒരു എ ഡിസ്റ്റൻസ് കവർ ചെയ്യും. പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ വീണ്ടും ഒരു എ ഡിസ്റ്റൻസ് കവർ ചെയ്യും. പിന്നെ ഇവിടെ എത്തി, വീണ്ടും ഒരു എ ഡിസ്റ്റൻസ് കവർ ചെയ്യും. തിരിച്ച് മെയിൻ പൊസിഷനിൽ എത്തി, വീണ്ടും ഒരു എ ഡിസ്റ്റൻസ് കവർ ചെയ്യും. അപ്പൊ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും കവർ ചെയ്യുന്നത്? 4a ആയിരിക്കും കവർ ചെയ്യുന്നത്. ഒരു ഫുൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഓസിലേഷൻ ആണ്. ഒരു ഫുൾ ഓസിലേഷൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മെയിൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് മെയിൻ പൊസിഷനിൽ തന്നെ എത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ന് സ്റ്റാർട്ട്, എ ആണ് ഇനിഷ്യലി, എ ആണ് അല്ലെ. അപ്പൊ ഇനിഷ്യലി എ ഡിസ്റ്റൻസ് കവർ ചെയ്യും, വീണ്ടും തിരിച്ച് എ ഡിസ്റ്റൻസ് കവർ ചെയ്യും, പിന്നെ മീനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എ ഡിസ്റ്റൻസ് കവർ ചെയ്യും, പിന്നെ തിരിച്ച് മീനിലേക്ക് എ ഡിസ്റ്റൻസ്. അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി? 4a എന്ന് കിട്ടി. ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു ഫുൾ ടൈം പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, നോട്ട് ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4a ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ 0 ആയിരിക്കും. കാരണം അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. Then മൂന്നാമത്തെ ചോദ്യം, which of the following represents simple harmonic motion? ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ y ഈക്വൽ ടു a sin ഒമേഗ ടി പ്ലസ് b cos ഒമേഗ ടി എന്ന് പറയുന്നത് എന്താ? അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പൊ 1 എന്തായാലും സിമ്പിൾ ഹാർമോണിക് ആയിരിക്കും. പിന്നെ അതുപോലെ സിമ്പിൾ ഹാർമോണിക് വരുന്നത് എന്തൊക്കെയായിരിക്കും? നിങ്ങൾ a sin ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ a cos ഒമേഗ ടി പ്ലസ് 5, ഓക്കെ, അല്ലെങ്കിൽ a ഇൻറ്റു സൈൻ 2 ഒമേഗ ടി. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ a ഇൻറ്റു സൈൻ 3 കോസ് 2 ഒമേഗ ടി. ഇതൊക്കെ എന്തായിരിക്കും? സിമ്പിൾ ഹാർമോണിക് ആയിരിക്കും. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് 1ഉം 3ഉം ആയിരിക്കും അല്ലേ. ഇത് ഇറ്റ് ഈസ് ഓഫ് ദി ഫോം a സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നുള്ളൊരു ഫോം തന്നെ അല്ലേ അല്ലേ. ഒമേഗ ടിന് പകരം -3 ഒമേഗ ടി തന്നു, 5ക്ക് പകരം 3π/4. ഇറ്റ് ഓൾസോ റെപ്രസെന്റ്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ 1ഉം 3ഉം ആണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഓപ്ഷൻ സി. മൂന്നാമത്തെ ചോദ്യം, സർക്കുലർ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താ? യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. അതൊരു പീരിയോഡിക് ആയിരിക്കും, ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക്. സർക്കുലർ മോഷൻ എന്ന് വെച്ചാൽ പീരിയോഡിക് മോഷൻ ആണ്, അല്ലാതെ എന്തല്ല? സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ എ, പീരിയോഡിക് ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക്. ഈ ഒരു ചോദ്യം നോക്കാം. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഓസിലേഷൻ വിത്ത് ആംപ്ലിറ്റ്യൂഡ് A തന്നിട്ടുണ്ട്, ടൈം പീരീഡ് T തന്നിട്ടുണ്ട്, മിനിമം ടൈം ടേക്കൺ ടു ട്രാവൽ ഹാഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഫ്രം ഇക്വിലിബ്രിയം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ പൊസിഷൻ എങ്കിൽ ഈ ഡിസ്റ്റൻസ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ,
at x equal to a by 2 സഞ്ചരിക്കണമെങ്കിൽ x equal to a by 2 ആണെങ്കിൽ what is the corresponding എന്താ ചോദിക്കുന്നത് time taken x equal to a by 2 distance travel ചെയ്യാൻ വേണ്ട time taken in terms of time period എന്താണെന്നാണ് ചോദിക്കുന്നത്. So mean position ആണെങ്കിൽ നമ്മുടെ equation എന്താ x equal to mean position ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ a sin omega t ആണ്. x നെ a by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ a by 2 equal to a sin omega t എന്ന് കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് sin omega t equal to 1 by 2 എന്ന് കിട്ടും. നമുക്കറിയാം sin theta equal to 1 by 2 ആണെങ്കിൽ തീറ്റന്റെ വാല്യൂ 30 ഡിഗ്രി അല്ലേ അല്ലേ pi by 6 omega t എന്ന് വെച്ചാൽ 30 ഡിഗ്രി അല്ലെങ്കിൽ pi by 6 ആണ്. That is 2 pi by capital T. omega എന്ന് വെച്ചാൽ എന്താ 2 pi by capital T ആണ്. into small t ചെയ്യുമ്പോൾ pi by 6 കിട്ടും. pi cancel ആകും. small t equal to capital T by 12 എന്ന് കിട്ടും. small t equal to capital T by 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എന്താ വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് കിട്ടും. അടുത്ത ചോദ്യം, the phase difference between displacement and acceleration of a particle in SHM 2020 ലെ ചോദ്യം. ഈ acceleration ഇക്വേഷൻ എന്താ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ് അല്ലെ. എക്സ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ്, എ എന്ന് വെച്ചാൽ acceleration, എ പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്നാ പറയാ. ഈ മൈനസ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത് ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി ആണ് ഉദ്ദേശിക്കുന്നത്. acceleration ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി അല്ലെങ്കിൽ പൈ റേഡിയൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം, ആവറേജ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫുൾ ടൈം പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്തായിരിക്കും സീറോ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും സീറോ ആയിരിക്കും. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, a particle executing SHM maximum acceleration alpha. maximum acceleration alpha തന്നിട്ടുണ്ട്. maximum velocity എന്ന് പറയുന്നത് ബീറ്റ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്താണെന്നാണ് ചോദ്യം. സി മാക്സിമം acceleration എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എ ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണ്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ്, അതിൽ മാക്സിമം വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ എ ഒമേഗയാണ്. ഈ കണ്ടീഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് എ മാക്സ് ബൈ വി മാക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എ മാക്സ് ബൈ വി മാക്സ് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒമേഗ എന്ന് കിട്ടും. എ മാക്സ് ബൈ വി മാക്സ് ഈക്വൽ ടു ഒമേഗ. ദാറ്റ് ഈസ് ആൽഫ ബൈ ബീറ്റ ഈക്വൽ ടു ഒമേഗ എന്ന് കിട്ടും. ആൽഫ ബൈ ബീറ്റ ഈക്വൽ ടു ഒമേഗ. ഒമേഗ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2 pi by t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 pi by t. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ t ഈക്വൽ ടു എന്ത് കിട്ടും 2 pi into beta by alpha എന്ന് കിട്ടും. 2 pi into beta by alpha എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, a particle executes linear simple harmonic motion with an amplitude 3 cm തന്നിട്ടുണ്ട്. amplitude 3 cm and when the particle is 2 cm from mean position. particle 2 cm from mean position ആണെങ്കിൽ magnitude of velocity magnitude of acceleration equal ആണെങ്കിൽ magnitude of velocity magnitude of acceleration equal ആണെങ്കിൽ ടൈം പീരീഡ് എന്താണെന്നാണ് ചോദ്യം. ടൈം പീരീഡ് എന്താ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് 3 സെന്റിമീറ്റർ അറിയാം, ഡിസ്പ്ലേസ്മെന്റ് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ ഈക്വൽ ആണെങ്കിൽ വാട്ട് ഈസ് ടൈം പീരീഡ്. സോ വെലോസിറ്റി എന്ന് വെച്ചാൽ ഇക്വേഷൻ എന്താ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് എന്താ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ്. ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്തു, മാഗ്നിറ്റ്യൂഡ് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ ഒരു ഒമേഗ ക്യാൻസൽ ആകും. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഒമേഗ എന്ന് കിട്ടും അല്ലെ, ഒമേഗ എക്സ് എന്ന് കിട്ടും. ഓർ സ്ക്വയർ ചെയ്യാം, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് കിട്ടും. സോ എ സ്ക്വയർ ഈക്വൽ ടു അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എക്സ്, ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്ന് കിട്ടും.
5/4. അപ്പോൾ ഒമേഗ ഈക്വൽ ടു എന്ത് കിട്ടും? √5/4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് √5/2. ഇനി ടൈം പീരീഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2π/ω ചെയ്താൽ മതി. സോ 2π ഡിവൈഡഡ് ബൈ √5/2 ചെയ്യുമ്പോൾ 4π/√5 എന്ന് കിട്ടും. 4π/√5 ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, 4π/√5 ഓപ്ഷൻ ബി. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഈ കാര്യം ചിന്തിക്കുക. വെലോസിറ്റിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, acceleration equation അറിഞ്ഞിരിക്കണം. So we are moving to the last question of this part. Two particles oscillating along two close parallel lines. Okay, ഒരു പാർട്ടിക്കിൾ ഒരു ലൈൻ ഇങ്ങനെയാണ് ഒരു ലൈൻ എന്ന് വിചാരിക്കും. നമ്മുടെ മീൻ പൊസിഷൻ അതാണ് മീൻ പൊസിഷൻ. ഒരു പാർട്ടിക്കിള് എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? ടുവേർഡ്സ് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വേറെ പാർട്ടിക്കിള് ടുവേർഡ്സ് ലെഫ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. രണ്ടുപേരുടെയും ഡിസ്റ്റൻസ് a/2 ആണ്. രണ്ടുപേരുടെയും ഡിസ്റ്റൻസ് എന്താ? a/2 ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു? രണ്ടുപേരും കൂട്ടിമുട്ടുന്നു. ഓക്കെ, they pass each other എന്നാ പറയുന്നത്. ഓക്കെ, രണ്ടുപേരും കൂട്ടിമുട്ടുന്നു. when their displacement is half of the amplitude. Mean position of two particles lie in a straight line perpendicular to the path of phase difference എന്താണ് ചോദ്യം. ഇവരുടെ phase difference എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എഴുതാം. ഒന്നാമത്തെ പാർട്ടിക്കിൾ ഞാൻ x1 ഈക്വൽ ടു ഞാൻ a sin ωt പ്ലസ് φ1 എന്ന് എഴുതി. ഓക്കെ, a sin ωt പ്ലസ് φ1. രണ്ടാമത്തെ പാർട്ടിക്കിള് a sin, കാരണം അവരുടെ ഒമേഗയും ആംപ്ലിറ്റ്യൂഡും സെയിം ആണ്, ωt പ്ലസ് φ2 എന്ന് എഴുതി. മൈനസ് കൊടുക്കാം. x2ന്റെ ഞാൻ മൈനസ് കൊടുത്തു, കാരണം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. x2ന്റെ ഡയറക്ഷൻ എന്താണ്? x2ന്റെ ഡയറക്ഷൻ നോക്കിയ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ഇത് ടുവേർഡ്സ് റൈറ്റും ഇത് ടുവേർഡ്സ് ലെഫ്റ്റും ആണ്. അപ്പൊ നമ്മൾ ആദ്യം കേസ് 1 നോക്കാം. x1ന് നമ്മൾ a/2 കൊടുക്കുമ്പോൾ a/2 ഈക്വൽ ടു a sin ωt പ്ലസ് φ1. ഈ ωt പ്ലസ് φ1ന് നമുക്ക് എന്ത് കൊടുക്കാന്ന് അറിയോ? θ1 എന്ന് കൊടുക്കാം. a sin θ1 എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് sin θ1 ഈക്വൽ ടു 1/2 കിട്ടും. sin θ1 ഈക്വൽ ടു 1/2 കിട്ടും. ഓർ θ1 എന്ന് വെച്ചാൽ π/6. θ1 ഈക്വൽ ടു π/6 എന്ന് കിട്ടും. കേസ് 2 നോക്കുകയാണെങ്കിൽ കേസ് 2, ഓക്കെ, x2 ഈക്വൽ ടു എന്താ? a മൈനസ് a sin ωt പ്ലസ് φ2 ആണ്. നമുക്ക് അതിന് വേണമെങ്കിൽ മൈനസ് a sin θ2 എന്ന് കൊടുക്കാം. x2 എന്ത് കൊടുക്കുക? a/2 കൊടുക്കുക. അപ്പൊ a/2 ഈക്വൽ ടു മൈനസ് a sin θ2 എന്ന് കിട്ടും. ഓർ sin θ2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൈനസ് 1/2 കിട്ടും. മൈനസ് 1/2 എന്ന് വെച്ചാൽ എത്രയാ? വാട്ട് ഈസ് മൈനസ് സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2? എത്രയാ വരിക? θ2 ഈക്വൽ ടു എന്ത് കിട്ടും? 180 അല്ലെ? θ2 ഈക്വൽ ടു π മൈനസ് π/6 അല്ലേ? 5π/6 കിട്ടും. θ2 ഈക്വൽ ടു 5π/6. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫേസ് ഡിഫറൻസ് എന്ന് വെച്ചാൽ θ1 മൈനസ് θ2 ചെയ്താൽ മതി. രണ്ടുപേരുടെയും ആംഗിളിന്റെ വ്യത്യാസം, അതാണ് നമ്മുടെ ഫേസ് ഡിഫറൻസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? π/6 മൈനസ് 5π/6, അല്ലെങ്കിൽ θ2 മൈനസ് θ1 ചെയ്യാം. ഹയർ മൈനസ് ലോവർ ചെയ്താൽ മതി. അപ്പൊ θ2 മൈനസ് θ1 ചെയ്യുമ്പോൾ 5π/6 മൈനസ് π/6 ചെയ്യാം. So 4π/6 എന്ന് കിട്ടും, which is nothing but 2π/3. 2π/3 ഓപ്ഷൻ സി എന്ന് കിട്ടും. സോ നമ്മൾ അങ്ങനെ SHMന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് കാണുന്നത് വരെ തൽക്കാലത്തേക്ക് ബൈ, സി യു, ടേക്ക് കെയർ.